ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ മരണം ഏറെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ട് മാസങ്ങൾക്കുള്ളിൽ ഹമാസിന് രണ്ടാമത്തെ നേതാവിനെ നഷ്ടമായി. സിൻവറിന്റെ മരണശേഷം ഒരു രക്തസാക്ഷി പരിവേഷമാണ് സിൻവറിന് നൽകുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബൊളീവിയൻ വിപ്ലവകാരി ചെഗുവേരയുമായും സിൻവറിനെ താരതമ്യപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ടായി. ഇപ്പോഴിതാ ഒരു പടി കൂടി കടന്ന് ദക്ഷിണാഫ്രിക്കൻ വിമോചന നായകനും ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും മഹാനായ നേതാക്കളിൽ ഒരാളുമായ നെൽസൺ മണ്ടേലയുമായി ഉപമിച്ചിരിക്കുകയാണ് സിൻവറിനെ. കനേഡിയൻ മേയറുടെ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത്. മിസിസൗഗ മേയർ കരോളിൻ പാരിഷാണ് വിവാദ പ്രസ്താവന നടത്തി പുലിവാല് പിടിച്ചിരിക്കുന്നത്. സിൻവർ അടുത്ത മണ്ടേലയാണോ എന്നാണ് മേയറിന്റെ ചോദ്യം. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. മണ്ടേലയെ തീവ്രവാദിയായി US പ്രഖ്യാപിച്ചിരുന്നു എന്ന ന്യായീകരണമാണ് കരോളിൻ പാരിഷ് തന്റെ പ്രസ്താവനയ്ക്ക് നൽകുന്നത്. സ്വാതന്ത്ര്യസമര പോരാളിയായാണ് പാരിഷ് സിൻവാറിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. നവംബർ 13-നാണ് പാരിഷ് വിവാദ പ്രസ്താവന നടത്തിയത്. ഹമാസ് തലവൻ യഹിയ സിൻവർ കൊല്ലപ്പെട്ടത് ഗസയിൽ നടന്ന ഇസ്രായേൽ വെടിവെയ്പ്പിലാണ്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ യഹിയ സിൻവർ ആയിരുന്നു. 1962-ൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു യഹിയ സിൻവറിന്റെ ജനനം. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ 2024-ൽ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പിൻഗാമിയായാണ് ഹമാസ് യഹിയയെ അവരോധിച്ചത്. 2024 ഒക്ടോബർ മുതൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാനും ഗാസ മുനമ്പിന്റെ നേതാവുമായിരുന്നു സിൻവർ. ഗാസ ആസ്ഥാനമായാണ് കാലങ്ങളായി യഹിയ പ്രവർത്തിച്ചത്. തിന്മയുടെ മുഖമെന്നാണ് ഇസ്രായേൽ സിൻവറിനെ വിശേഷിപ്പിച്ചത്. സിൻവർ 22 വർഷം ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011-ലാണ് യഹിയ ജയിലിൽ നിന്ന് മോചിതനായത്. 2015-ൽ യഹിയയെ അമേരിക്ക ആഗോള ഭീകരനായി മുദ്രകുത്തിയിരുന്നു. ഇസ്രായേൽ തടവിലായിരുന്ന കാലത്ത് ശേഖരിച്ച DNA സാമ്പിൾ പരിശോധിച്ചാണ് കൊല്ലപ്പെട്ടത് സിൻവറാണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിൽ 1962-ൽ ജനിച്ച യഹിയ സിൻവർ ഇസ്ലാമിക് സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിൽ സജീവമായിരുന്നു. 80-കളുടെ തുടക്കത്തിലായിരുന്നു അത്. പിന്നീട് ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരിക്കെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രതിഷേധിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ സേനയായ അൽ ഖസാം ബ്രിഗേഡ്സ് എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത് യഹിയ സിൻവർ ആയിരുന്നു. ജയിൽവാസത്തിനിടെ ഹീബ്രുവിൽ പരിജ്ഞാനവും നേടിയ സിൻവർ ഇസ്രായേൽ നേതാക്കളുടെ മനസ്സ് പഠിക്കാൻ ഹീബ്രു പഠനം സഹായിച്ചെന്ന് ഒരിക്കൽ സിൻവർ പറഞ്ഞിട്ടുണ്ട്.